ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അതെ, രണ്ടാളും കൂടി ഇനി ഇവിടെ ഇരുന്ന് ഈ കാര്യം സംസാരിക്കണ്ട. സങ്കടം വരുന്ന കാര്യങ്ങൾ കൂടുതൽ ഓർക്കാതിരിക്കുന്നതല്ലേ നല്ലത്. സുനന്ദേ, ഞാൻ അക്കാട്ട വരെ ഒന്ന് പോയിട്ട് വരാം. ആ ബന്ധം കുറച്ച് ആഴത്തിൽ തന്നെ ഉള്ളതായിരുന്നു. ആ പെണ്ണിന്റെ പേര് ശാന്തി എന്നാ. പറഞ്ഞ വിവരം അനുസരിച്ച് ശാന്തിയിൽ ശ്രീനിവാസൻ ഒരു മകളുണ്ട്. പ്രായം കണക്ക് കൂട്ടിയപ്പോ ഏകദേശം ഗാഥമോളുടെ അതേ പ്രായം തന്നെയാ ആ കുട്ടിക്കും വരുന്നത്. അവരിപ്പോ എവിടെയാണെന്ന് അറിയാൻ കഴിഞ്ഞോ? ഇല്ല, കുറച്ച് ദൂരെ ഏതോ ഒരു കുഗ്രാമത്തിലാണെന്ന് പറഞ്ഞു. ശ്രീനിവാസ്, അയാളെ കുറിച്ച് ആർക്കും ഒരു ഐഡിയ ഇല്ല. ഒരുപക്ഷെ വിദേശത്തായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോ രണ്ടു കുടുംബങ്ങളുടെ അനാഥത്വത്തിന് കാരണക്കാരനാണ് ശ്രീനിവാസ്. ഒരു ഭാഗത്ത് സിത്താരയും മകളും, മറുഭാഗത്ത് ആ ജോലിക്കാരിയും അവളുടെ മകളും. അതെ. അല്ല നന്ദ, വീണ്ടും വീണ്ടും നമ്മുടെ കണക്കുകൂട്ടലുള്ള തെറ്റുകാണല്ലോ. ഈ പറയുന്ന കണക്കുകൾ അനുസരിച്ച് നോക്കുമ്പോ ഗാഥയും കൃഷ്ണയും ഇരട്ടക്കുട്ടികളാകാൻ ഒരു സാധ്യതയും ഇല്ല, അല്ലേ? അങ്ങനെയാണ് തോന്നുന്നത്. കൃഷ്ണമോളുടെ അമ്മയുടെ പേര് തങ്കമെന്നല്ലേ? അതെ. സിത്താരുടെ കൂടെ ജോലി ചെയ്തിരുന്ന ശാന്തി തന്നെ ആയിരിക്കോ ഈ തങ്കം? കൺഫ്യൂഷനില് നമ്മളങ്ങനെ ചിന്തിച്ചിട്ട് കാര്യമില്ലമ്മേ. ഇത്രയും കാര്യങ്ങൾ അന്വേഷിച്ച് പറഞ്ഞു തന്ന ആളോട് ശാന്തിയെക്കുറിച്ച് വ്യക്തമായെന്നറിയാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അയാളത് വൈകാതെ ചെയ്യും. ഓരോ കുടുക്കിലാണല്ലോ ഭഗവാനെ വന്നു പെട്ടിരിക്കുന്നത്. സിത്താര, ശാന്തി, തങ്കം, 3 സ്ത്രീകളും 2 പെൺകുട്ടികളും. കൂട്ടിച്ചേർക്കാൻ നമ്മൾ പാടുപെടുന്ന വിഷയം ഇതാ. സിത്താര ഇത്രയും കർക്കശക്കാരിയായതും ചില കാര്യങ്ങളിലുള്ള കടുത്ത തീരുമാനങ്ങളൊക്കെ ജീവിതം അവൾക്ക് സമ്മാനിച്ച മുറിവുകളാ, അല്ലേ അമ്മേ? തീർച്ചയായും. വെറും ഒരു പോരാട്ടം അല്ലല്ലോ, ചതിച്ചവരോടുള്ള പോരാട്ടമല്ലേ. അപ്പം മനസ്സിന് കിട്ടുന്ന ബലം വലുതായിരിക്കും. എന്തായാലും എത്രയും പെട്ടെന്ന് ആ സ്ത്രീയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഒന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കേ. ഉത്തരങ്ങളിലേക്ക് എത്തുന്നു എന്ന ഒരു തോന്നലുണ്ട് എനിക്ക്. പക്ഷെ എത്തും തോറും ഭയവും കൂടി വരുന്നു. ഓരോ ദിവസം കഴിയും തോറും ഗാഥ പുതിയ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാണ്. എനിക്ക് എങ്ങനെയെങ്കിലും ഈ 41 ദിവസം ഒന്ന് തീർന്നു കിട്ടണമെന്നേ ഉള്ളൂ. ഗോപാലേട്ടാ, ഈ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറഞ്ഞില്ലെങ്കിൽ അത് പ്രശ്നമാ. ഗാഥയുടെ അഹങ്കാരം ഇനി കൃഷ്ണ സഹിക്കേണ്ട കാര്യം എന്താ? സിത്താര മാഡത്തിനെ വിളിച്ചാലോ ബഹളം വെച്ചാലോ എന്നൊക്കെ ഞാനും ആലോചിച്ചതാ സുനന്ദേ. പിന്നെ അതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കുന്നു പറയാൻ പറ്റില്ല. അകത്ത് കിടന്നുറങ്ങുന്ന ആ പാവം ഉണ്ടല്ലോ, എന്തെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും അവസ്ഥ? അത് ശരിയാ, പക്ഷെ ഈ ദ്രോഹത്തിനൊരു അതിര് വേണ്ടേ? സത്യം പറഞ്ഞ ഇത്രയും വലിയൊരു കാര്യം ചെയ്ത ഒരാളോട് എത്രമാത്രം അവർക്ക് നന്ദി ഉണ്ടാവേണ്ടതാ. നന്ദിയൊന്നും കാണിക്കേണ്ട സുനന്ദേച്ചി. എന്തായാലും ഞാൻ ചാവാൻ പോവല്ലേ. എന്നാ പിന്നെ അവിടെ എവിടെങ്കിലും കിടന്ന് ചത്തോട്ടെ എന്ന് കരുതിക്കൂടെ? സത്യം പറഞ്ഞ എനിക്കിപ്പോ ഒരാഗ്രഹേ ഉള്ളൂ. ഇങ്ങനെ ഇഞ്ചിഞ്ചായിട്ട് മരിക്കാതെ ഒറ്റയടിക്ക് ആ ശാപമുള്ള സർപ്പം വന്ന് കൊത്തിയിട്ട് ഞാനങ്ങ് തീർന്നോട്ടെ. എന്താ മോളെ ഇങ്ങനെയൊക്കെ പറയുന്നേ? ശാപവും കാര്യങ്ങളും ഒക്കെ സത്യം.
പക്ഷെ അത് നിനക്ക് ഏൽക്കില്ല എന്നുള്ള വിശ്വാസത്തിലല്ലേ നമ്മൾ ഇത്രയൊക്കെ മുന്നോട്ട് പോയത്. അതെ, രണ്ടാളും കൂടി ഇനി ഇവിടെ ഇരുന്ന് ഈ കാര്യം സംസാരിക്കണ്ട. സങ്കടം വരുന്ന കാര്യങ്ങൾ കൂടുതൽ ഓർക്കാതിരിക്കുന്നതല്ലേ നല്ലത്. സുനന്ദേ, ഞാൻ അക്കാട വരെ ഒന്ന് പോയിട്ട് വരാം. ഗോപാല, കളരിക്കൽ തറവാട്ടിലെ ശാപം ഒന്നും ഇല്ലാന്ന് ഏറ്റവും ഭംഗിയായിട്ട് നിങ്ങളല്ലേ എന്നോട് പറഞ്ഞത്. തങ്കം, സുനന്ദേ, ഒരു മോള് നിനക്ക് വളർന്നു വരുന്നില്ലേടി? അങ്ങനെയുള്ള ഒരു അമ്മയ്ക്ക് ഇത്ര വലിയൊരു കള്ളം പറയാൻ പറ്റുമോ? ഇത്രയൊക്കെ അമ്മ കേട്ടു. ഇനി എന്താ നിനക്ക് പറയാനുള്ളത്? അമ്മേ, എന്നെ പറഞ്ഞു പറ്റിക്കാൻ എളുപ്പോ? പക്ഷേ അതുകൊണ്ട് കാര്യമില്ലല്ലോ. നിനക്ക് എന്തെങ്കിലും പറ്റിപ്പോയാ അമ്മ അതെങ്ങനെ സഹിക്കും? എന്താ നടന്നേ? കളരിക്കൽ തറവാട്ടില് നീ എങ്ങനെ എത്തിയത്? എന്തിന്റെ പേരില് ഇത്രയൊക്കെ സഹിച്ച് അവിടെ തന്നെ നിൽക്കണമെന്ന് നീ പറയുന്നത്? അത് തങ്കം, ദേ, ഗോപാലിനോടല്ല, ഞാൻ എന്റെ മോളോടാ ചോദിച്ചത്. നിന്നോട് ഞാൻ ചോദിച്ച കേട്ടില്ലേ? എനിക്ക് സത്യങ്ങളല്ല അറിഞ്ഞേ പറ്റൂ. വാ എന്റെ കൂടെ. അമ്മേ, അമ്മേ, ഞാൻ പറയുന്നൊന്ന് കേക്കമ്മേ. വരാനാ നിന്നോട് പറഞ്ഞത്. തങ്കം, ഞാൻ പറയുന്നൊന്ന് കേക്ക്. മിണ്ടി പോവരുത്. അമ്മേ, വാടി ഇവിടെ. അമ്മേ, അമ്മ, ഞാൻ പറയുന്നത് കേക്കമ്മേ. അമ്മേ, വരാനാ പറഞ്ഞത്. ഇങ്ങോട്ട് വാ. അമ്മേ, ഞാൻ പറഞ്ഞത് കേക്ക്. വാടി. വാടി ഇങ്ങോട്ട്. അമ്മേ, നടക്കമ്മേ. അമ്മേ, തങ്കം, നിൽക്ക്. ഞാൻ പറയട്ടെ. നിന്റെ വിവാഹമാണെന്ന് പറഞ്ഞ ദിവസം മുതല് നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എന്തൊക്കെയോ എന്നോട് മറച്ചു വെക്കാൻ എല്ലാ നിമിഷവും നിങ്ങൾ തമ്മിലൊരു ധാരണയുണ്ടായിരുന്നു. അമ്മേ, അത് വേണ്ട.